ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ തീർത്തും നിങ്ങൾ കാത്തിരുന്ന ഒരു സെഷൻ തന്നെയാണ്. കാരണം ഇപ്പോൾ OET പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഭയങ്കര ഡെസ്പാണല്ലേ. കാരണം നമ്മുടെ കൂടെയുള്ളവർ പറയുന്നു, നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ പറയുന്നു, UK ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് മോശമാണ്, പോകാനായിട്ട് ഇച്ചിരി പാടാണ്, ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതല്ല, ഇതിനേക്കാൾ വലിയ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു ചെറിയൊരു കാര്യം കിട്ടി അതിന് ഊതി വീർപ്പിച്ച് വലുതാക്കുക എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ ഒരു അല്ലേ രക്തത്തിൽ ിട്ടുള്ളൊരു സ്വഭാവമാണല്ലോ അല്ലേ. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ഒരുപാട് കണ്ടൻ്റായിട്ട് ഈ ഒരു ചെറിയ കാര്യത്തെ വലിയ വലിയ രീതിയിൽ മാറ്റിയൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്ത് UK നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അജീഷ് എന്നാണ് പേര്. പുള്ളി അവിടെ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ജിനൂസ് അക്കാഡമി വിസിറ്റ് ചെയ്യാനും കാണാനൊക്കെ വന്നപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു, നമ്മൾ ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ടോക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു ടോക്കിനെ പറ്റി ഞങ്ങൾക്ക് UK വലിയ ധാരണയില്ല, പക്ഷെ ഇവിടെയാണല്ലോ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളി അത്യാവശ്യം മോട്ടിവേഷനും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്ററാണ്. അപ്പം ഞാൻ എന്നാൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയി അജീഷിനെ കൊണ്ടത് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഞാനിവിടെ ആക്ച്വലി ഇത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കേട്ടോ. അപ്പം അജീഷ് വന്നപ്പോൾ അജീഷിനെയും കൊണ്ട് ഞാൻ സ്റ്റുഡൻസിൻ്റെ കൂടെ അവിടെ ചെന്ന് ക്ലാസ് റൂമിൽ കയറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കൺസേണൊക്കെ ഞാൻ അജീഷുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ആ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ നിന്നുള്ള കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ ഒരു ക്ലാരിറ്റി തരാണ്. ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് UK നിന്നുള്ള പ്രതിനിധികളുമായി നേരിട്ട് നിങ്ങൾക്ക് തന്നെ ചോദിക്കാനുള്ള ഒരു അവസരം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ UK പ്രതിനിധികളുമായി നേരിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് ക്ലാരിറ്റി എടുക്കാനുള്ള ഒരു അവസരം ജിനൂസ് അക്കാഡമി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങനെ ഒരു ലൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് കൊണ്ടുവരുന്നതായിരിക്കും. ഈ ഒരു ലൈവ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് തന്നെ UK NHSൻ്റെ സീനിയർ പോസ്റ്റിലിരിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു ലൈവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആദ്യമായിട്ടാണ് ജിനൂസ് അക്കാഡമിയുടെ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ജിനൂസ് അക്കാഡമിയുടെ ഫേസ്ബുക്കും യൂട്യൂബ് പേജും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. കാരണം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ തരാനായിട്ട് പോകുന്നത് യൂട്യൂബ് ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ കൂടെ ആയിരിക്കും. അപ്പം എപ്പോഴാണ് ഡേറ്റ്, എത്ര മണിക്കാണ്, ആരാണ് ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയായിരിക്കും നമ്മൾ പുറത്തുവിടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് ഡെസ്പ് അടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ക്ലാരിറ്റി തരാം. അപ്പോൾ കുറച്ച് ദിവസം സമയം വേണം, മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകളുമായി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസായിട്ട് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചോ. ഇപ്പം ഒരു താൽക്കാലിക ആശ്വാസത്തിനായിട്ട് ഇപ്പം UK സിറ്റുവേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ച കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നഴ്സുമാർക്ക് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, ആരും അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യം ഇല്ല. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ കൗൺസിലൊക്കെ ഹെഡ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആളുകളായിട്ട് അത്യാവശ്യം എനിക്ക് പേഴ്സണലി പരിചയം, ചാനൽ നോക്കി അറിയാൻ പറ്റും. അവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എൻ്റെ അറിവിൽ ഇല്ല, കാരണം ഞാൻ അവിടെ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് നിരവധി സ്ഥാപനങ്ങളുടെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതിരിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു NHSനേക്ക് ഇപ്പോഴും ആവശ്യമാണെന്ന് അതിന്റെ അർത്ഥം. NHSലൊക്കെ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒക്കെ റേഞ്ച് വേറെയാണ്. നിങ്ങൾ നഴ്സിംഗ് ഫീൽഡാണ്, 10 പൈസ മുടക്കാതെ പോകണം. നിങ്ങൾ ആലോചിക്കും, എത്ര കുട്ടികൾ ലക്ഷങ്ങൾ അവിടെ പൈസ മുടക്കിയിട്ട് പോയിട്ട് സ്ട്രഗിൾ ചെയ്ത് എന്തെല്ലാം പണികളാണ് അവർ ചെയ്യുന്നത്. ഇവരിനി OETക്ക് ഇനിയിപ്പോൾ സ്കോപ്പ് ഇല്ല, പലരും അങ്ങനെ പറയുന്നുണ്ടല്ലോ, OETക്ക് സ്കോപ്പ് ഇല്ല, OET മൊത്തം ഡൗൺ ആയി, അങ്ങനെ പറഞ്ഞ് ഇവര് പഠിക്കാതെ മാറി നിൽക്കേണ്ട ആവശ്യകതയില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു സാധനം, ഞാൻ ഈ സത്യത്തിൽ ഈ ടോക്ക് ഞാൻ ഒന്നുകൂടി ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോക്ക് കേൾക്കുന്നത്. OETക്ക് ചാൻസ് ഇല്ല, NHSലേക്ക് റിക്രൂട്ട്മെന്റ് നിൽക്കുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. എന്തായാലും UK അങ്ങനെ ഒരു ട്രെൻഡ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അവിടെയുള്ള ആളുകൾ, ഈവൻ ഇപ്പൊ അവിടെയുള്ള ഈ കോഴ്സ് കഴിഞ്ഞ ആളുകൾ ഈ NHSൽ കയറുന്നുണ്ടല്ലോ.
പല ഇപ്പൊ ബാൻഡ് അവിടെ ഇപ്പൊ ബാൻഡ് 3 ആകുമ്പോൾ ചിലപ്പോൾ ഒരു വിസ സ്പോൺസർഷിപ്പിന് പ്രശ്നം പറയും. ബാൻഡ് 5 തൊട്ടാണ് വിസ സ്പോൺസർഷിപ്പ് വരാം. നിങ്ങൾ ബാൻഡ് 5ലേക്ക് നിങ്ങൾ പോകുന്നത്, നിങ്ങൾക്ക് OIT ഇല്ലാണ്ട് അത് കയറാൻ പറ്റില്ല. എന്തായാലും OIT വേണ്ടി വരും. അവരുടെ ക്രൈറ്റീരിയാസ് നിങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് എന്ന് എൻ്റെ അറിവിലില്ല. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ അതോറിറ്റീസിനോട്, അതോറിറ്റി മീൻസ് ഈ കൗൺസിലൊക്കെ ഹെഡ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ആളുകളായിട്ട് അത്യാവശ്യം എനിക്ക് പേഴ്സണലി പരിചയം, ചാനൽ നോക്കി അറിയാൻ പറ്റും. അവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ അറിവിൽ ഇല്ല, കാരണം ഞാൻ അവിടെ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് നിരവധി സ്ഥാപനങ്ങളുടെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതിരിക്കില്ലല്ലോ ഇങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ എത്രയോ കുട്ടികൾ നമ്മൾ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നു, ഞങ്ങൾ ഇന്ന വരുന്നു. കാരണം നിങ്ങൾ വരുമ്പോൾ കുറെ കൺസേൺസ് ഉണ്ടാവും, ഈ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് കൺസേൺസ് ഉണ്ടാവും, ചില കമ്മ്യൂണിറ്റികളെ കണക്ട് ചെയ്യേണ്ട, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട്, നമ്മളിപ്പോൾ ഇഷ്ടം പോലെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ഓരോ കമ്മ്യൂണിറ്റികളൊക്കെ നമ്മൾ വേണമെങ്കിൽ കണക്ട് ചെയ്താൽ. മലയാളി കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം നഴ്സുമാരാണ്, NHS വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി കൂടുതൽ അറിയാനും ഡയറക്റ്റ് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഏതൊരു സൈറ്റിൽ NHS ജോബ്സിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ സൈറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ മെസ്സേജ് ഇട്ടുതരാം. പല NHS ജോബ്സിന് വേണ്ടി മാത്രം NHSന്റെ സൈറ്റ് ഉണ്ട്. മിക്ക സൈറ്റ്സിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന ജോബ് ഓഫേഴ്സ് അതിൽ വരും. നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഇന്ന ട്രസ്റ്റിന്റെ കീഴിൽ ഇന്ന നഴ്സിന് ഇന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്കത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രസ്റ്റിന്റെ ക്ലറിക്കൽ വർക്ക് ആരാണ് ചെയ്യുന്നത് അവരാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ₹1 ചെലവില്ല കേട്ടോ. ₹1 ചെലവില്ല എന്ന് മാത്രമല്ല, നിങ്ങളവിടെ പോകുന്ന ഈവൻ എൻ്റെ അടുത്ത് പലരും പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചാർജ് ബില്ല് നിങ്ങൾക്ക് റീഫണ്ടാണ്. 3 മാസത്തെ അക്കോമഡേഷൻ നിങ്ങൾക്ക് റീഫണ്ടാണ്. മറ്റേ വെൽക്കം ബോണസ് എന്തോ £1000 അങ്ങനെയുണ്ട്. അങ്ങനത്തെ പല ഓഫേഴ്സ് ഉണ്ട്. അതൊക്കെ ഓരോ ട്രസ്റ്റിന് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ ലണ്ടനിലാണ് നിങ്ങൾ പോകുന്നത്, ലണ്ടനിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ചാർജ് വരും. ലണ്ടനിൽ ലിവിങ് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ലണ്ടൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ചാർജ് വരും. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും നിങ്ങൾ NHSലാണ് പോകുന്നതെങ്കിൽ ₹1 നിങ്ങൾക്ക് ചിലവില്ല. നിങ്ങൾക്കിത് നേരിട്ട് ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങോട്ട് നിങ്ങളെ അവിടെ നിന്ന് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് ഒരു ഏജൻസി ആയിരിക്കാം. മേ ബി അതൊരു ക്ലറിക്കൽ വർക്ക് ചെയ്യാനാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് തരണം, ഇന്റർവ്യൂവിന് സാധനം ചെയ്ത് തരണം, ഇങ്ങനത്തെ കുറച്ച് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അതല്ലാതെ ₹1 നിങ്ങൾക്ക് അവിടെ ചെലവ് വരുന്നില്ല. അപ്പൊ നിലവിൽ ഇപ്പോഴും UK നഴ്സുമാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്റെ അറിവിലുണ്ട്. ഇനി ഇതെന്താണെന്നുള്ള സത്യത്തിൽ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 5-6 പ്രാവശ്യം ചോദിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ അറിവിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ജോബ് അവിടെ ഓപ്പൺ ആയാൽ, സാധാരണ ഒരു ജോബ് ആണെങ്കിൽ പോലും അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു ജോബ് ആപ്ലിക്കേഷൻ ഇട്ടാൽ എൻ്റെ മുന്നുള്ള 2 എംപ്ലോയറിൽ നിന്നും അവർ എൻ്റെ ഒരു ഹിസ്റ്ററി ഡീറ്റെയിൽസ് എടുക്കുക, ഇങ്ങനെ കുറെ വെരിഫിക്കേഷൻസ് നടക്കും. അതാണ് നമ്മൾ ഈ ലാഗിങ് വരുന്നത്. അതവിടെ സ്വാഭാവികമായിട്ട് മുന്നേ തുടങ്ങിയിട്ടുള്ളതാ. പിന്നെ കോവിഡ് സമയത്ത് ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്താ, കോവിഡ് സമയത്ത് വെച്ചായിരിക്കും. കോവിഡ് സമയത്ത് എന്താ, ഒരു മനുഷ്യനില്ല അവിടെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു റഷായിട്ട് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് എടുത്തിട്ടതിന് ശേഷം ആ റഷ്നെസ് അവർ നിർത്തിയിട്ടുണ്ട്. അത് കറക്റ്റാണ് പറയുന്നത്. പണ്ടൊക്കെ ഒരു കെയർ ഹോം ജോബിക്ക് ഞാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ ഒന്നുമില്ല അവിടെ, ഒരു ഇന്റർവ്യൂ പോലും ഇല്ല, നിങ്ങൾ വരാൻ നാളെ തുടങ്ങി ജോലിക്കും. പക്ഷെ ഇപ്പൊ അത് നടക്കില്ല. ഇപ്പൊ അവിടെ ഉള്ളവന് പോലും 3 മാസത്തെ ഒരു ടൈം ഡിലേ വരും. കാരണം അവന്റെ മുന്നുള്ള പ്രീവിയസ് എംപ്ലോയീസിന്റെ എന്നിട്ടുള്ള എന്താണ് അവരുടെ NOC, എങ്ങനെയാണ് നമ്മളെ കുറിച്ച് അറിയുക, പിന്നെ നമ്മുടെ ക്യാരക്ടർ റെഫറൻസിന് പോകും. ഈ റെഫറൻസുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവിടെ എടുക്കുന്നത്. ആ ഡിലേ ഉണ്ട് എന്ന് മാത്രമാണ് എനിക്കറിയാം. സ്വാഭാവികമായിട്ടുള്ള ഡിലേ ആണ്. നിങ്ങളത് ഏത് രാജ്യത്തേക്കും ഉണ്ടോ. റിക്രൂട്ട്മെന്റ് പരമായിട്ട് നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് പരമായിട്ട് ഇപ്പൊ എന്തൊക്കെ ന്യൂസ് ആണ് UK വരുന്നത്? UK അങ്ങനെ പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും കേൾക്കാം. ഇപ്പൊ പോലും ഈവൻ ഹെൽത്ത് കെയറിനകത്ത് ഇപ്പൊ നിലവിൽ അവിടെ നിൽക്കുന്നവർക്ക് ഇപ്പൊ തന്നെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരിപ്പോ തന്നെ തിരിച്ചുവിടാലോ. അവരിപ്പോ പോലും അവർക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോലും NHSലുള്ളവർക്ക് പോലും എക്സംഷൻസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ NHSലേക്ക് ഇപ്പോൾ ആവശ്യമാണെന്ന് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പിന്നെ എക്സംഷൻ തരേണ്ട ആവശ്യമില്ല, നിങ്ങളെ കൂടി ടൈറ്റ് ചെയ്താൽ പോരെ, നിങ്ങളും വരണ്ടെന്ന് പറഞ്ഞാൽ. ഓൾറെഡി അതൊക്കെ വെബ്സൈറ്റ്, നിങ്ങൾ എന്തറിയണ HMRCയുടെ വെബ്സൈറ്റിൽ കയറി ഗൂഗിൾ അടിച്ചാൽ മതി. ഇതെല്ലാ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. HMRC എന്ത് ലോ UK വന്നാലും നിങ്ങൾക്ക് HMRCയിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരെയാണ് ഇപ്പൊ എന്തെങ്കിലും ലോ ഇത് ചെയ്തിട്ടുണ്ടോ, റിക്രൂട്ട്മെന്റ് നിർത്തിയിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒരാൾ പറയുന്ന അങ്ങനെ നുണയൊന്നും പറയാൻ പറ്റില്ല. എല്ലാ ലോസും അതിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലോ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ലോ ഉണ്ടെന്നും നഴ്സിംഗ് മേഖലയിൽ എന്തായാലും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് എന്റെ അറിവിൽ 100% ഇല്ല. അത്യാവശ്യം നമ്മളവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ എണ്ണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഭരണമാറ്റം വരുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് വേറെ രീതിയിൽ
കുട്ടികളുടെ ഇടയിലോട്ട് ചിലപ്പോൾ അങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം അവിടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഈ നമ്മുടെ ഒരു ആളുകളുടെ സ്ട്രെങ്ത് അവിടെ കൂടിയിരിക്കുക, ആളുകളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ നല്ല പോപ്പുലേഷൻ കൂടിയിരിക്കും. അപ്പോൾ ഇപ്പോൾ 20 പേർക്കാണ് നിങ്ങൾ ഒരാൾ, അല്ലെങ്കിൽ 35 പേർക്കാണ് നിങ്ങൾ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടിയതനുസരിച്ച് നിങ്ങളുടെ ഡിമാൻഡ് കൂടല്ലേ ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ആരും 5 വർഷം കഴിഞ്ഞാൽ, എൻ്റെ ഒരു അറിവാണ്, NHS നിന്ന് 5 വർഷം കഴിഞ്ഞ് PR കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ NHS വർക്ക് ചെയ്യില്ല, നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. നിങ്ങൾ ഇത്തിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലോകം ഉണ്ടാവും. അപ്പോൾ അവിടെ വീണ്ടും 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 എന്താണ് ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലപ്പോൾ 3 years കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേലും ബെറ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടറിനകത്ത് പല കെയർ ഹോംസിനും നഴ്സിംഗ് ഹോംസിനകത്ത് ഇതിനേലും ഭീകരമായ സാലറി പറഞ്ഞിട്ട് നിങ്ങളെ എടുക്കും. ഇപ്പോൾ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർ അങ്ങനത്തെ ടീം ലീഡർ ആയിട്ടോ ഒക്കെ നിങ്ങൾ എടുക്കും. അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 16 pounds ആണെങ്കിൽ അവിടെ 22 pounds ആയിരിക്കും. എന്ന് വെച്ചാൽ മണിക്കൂറിന് ഏകദേശം ഒരു 6 pound ഒക്കെ എക്സ്ട്രാ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈ ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പ് വരാൻ നിങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നഴ്സുമാരുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഒഴിവൊക്കെ NHS വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അറിവിൽ NHS-ലേക്കൊന്നും അങ്ങനെ ഇതുവരെ ഒരു സ്റ്റോപ്പിംഗ് ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായിട്ട് UK ലൈഫിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ വേണ്ടി ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇവിടുന്ന് നിങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ടാവില്ല, അവിടെ എത്തിയാൽ വീട്ടിൽ ആദ്യത്തെ പീരീഡ്സിലുള്ള സ്ട്രഗ്ലിങ്സിനെ കുറിച്ചൊക്കെ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഷെയർ വിത്ത് ജിഷ് എന്ന് എൻ്റെ പേജ് എടുത്ത് അതിൽ കുറേ നഴ്സുമാരുടെ ഇന്റർവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ നഴ്സുമാരുടെ ഉണ്ട്. UK-യിലുള്ളവർ പോലും ആ ഇന്റർവ്യൂസിലുണ്ട് 35-40 വട്ടമൊക്കെ ട്രൈ ചെയ്ത ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഫ്യൂച്ചറാണ്, ആരും കൊണ്ടുവന്ന് തരില്ല. നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് 40ാമത്തെ പ്രാവശ്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, 40ാമത്തെ പ്രാവശ്യം കിട്ടിയല്ലോ, നിങ്ങൾ അവിടെ വെച്ച് നിർത്തിയാലോ? ഒരു പ്രാവശ്യം നിർത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു. നിങ്ങൾക്ക് 100ാമത്തെ പ്രാവശ്യം കിട്ടണം, നിങ്ങൾ 100 പ്രാവശ്യം വരെ ട്രൈ ചെയ്യണം. ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യില്ല, നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തു, അയ്യോ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. UK-യിലുള്ളവർക്ക് പോലും കിട്ടുന്നില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ 5 വട്ടം ട്രൈ ചെയ്യേണ്ട, 10 വട്ടം ചെയ്യേണ്ട, 15 ചെയ്യേണ്ട, ഒരു 20 ചെയ്യേണ്ടി വരും. കിട്ടുന്നത് വരെയാണ് അതിൻ്റെ ലിമിറ്റ്. അല്ലാണ്ട് ഒരു പ്രാവശ്യം ഇന്ന് ലിമിറ്റ് ഇല്ല, എത്ര പ്രാവശ്യമാണ് കിട്ടുന്നത് അതുവരെ ട്രൈ ചെയ്ത് കിട്ടും. ഞാൻ പറയുന്നത് നിങ്ങൾ NHS-ലേക്ക് വരുന്നത്, ഇപ്പം മറ്റുള്ള ജോലിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയില്ല, പക്ഷേ NHS-ലേക്ക് ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒക്കെ റേഞ്ച് വേറെയാണ്. അതിപ്പോൾ നമ്മൾ അങ്ങനെ പറയില്ല. സ്റ്റാർട്ടിങ്ങിൽ സ്ട്രഗിൾ എന്ന് വെച്ചാലേ നമ്മളൊരു കാര്യം മനസ്സിലായി, ഇവിടെ ആരപ്പോ നേരത്തെ എന്തോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇപ്പം നിങ്ങൾ പേടിച്ചാൽ നിങ്ങൾക്ക് UK വരണ്ട കേട്ടോ. നമ്മൾ മനസ്സിലാക്കുക, UK പോലുള്ള ഒരു രാജ്യം പുറത്തെവിടെ, ഞാൻ അത്യാവശ്യം സിംഗപ്പൂർ ജീവിച്ചിട്ടുള്ള, ദുബായ് ജീവിച്ചിട്ടുള്ള, UK-ൽ ജീവിച്ചിട്ടുള്ള അത്യാവശ്യം രാജ്യങ്ങൾ, ഇവിടെ മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മറുപടി പറയാത്തുള്ളൂ. UK-ൽ ഇപ്പോൾ ഒരു റെസിഡന്റിന്റെ ആരെങ്കിലും വന്ന് നിങ്ങളോട് ഒരു കൺസേൺ ചോദിച്ചാൽ, ഇന്ന കാര്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആണ് അതിന്. അതുകൊണ്ട് ഉത്തരം പറയുക എന്നുള്ളൊരു മോശപ്പെട്ട കാര്യമായിട്ട് ഇപ്പം നമ്മൾ പഠിക്കരുത്. നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണോ അത് നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതിന് നമ്മൾ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അതൊരു മോശം കാര്യമൊന്നുമല്ല, നമ്മളോട് ആവശ്യമുള്ള കാര്യത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തേ പറ്റും. അപ്പോൾ നമ്മൾ UK-യിലേക്ക് പോകുമ്പോൾ വെച്ചാൽ അവിടെ ചിലപ്പോൾ നമ്മളൊരു കൺസേൺ ആയിട്ടുള്ള ആൾ ചോദിക്കും, എന്താണ് നിങ്ങൾ ചെയ്തത്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ പേഷ്യൻ്റ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു അതോറിറ്റിയോട് അങ്ങനെ റിപ്പോർട്ട് ചെയ്തൊരു ശീലം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അവിടെ പോകുമ്പോൾ അതുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്തത് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. അതിനകത്ത് മിസ്റ്റേക്ക് വന്നാൽ ആദ്യത്തെ ഒരു 6 മാസം കൊണ്ടാണ് ഭയങ്കര ടെൻഷനും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ അപ്പം തന്നെ വരും. അവിടെ വെച്ച് കഴിഞ്ഞാൽ നേഴ്സിന് ഭയങ്കര പ്രയോറിറ്റിയാണ്. നിങ്ങളാണ് ഒരു പേഷ്യൻ്റ് ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളാണ് നോക്കുന്നത്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുതലായിരിക്കും. നമ്മൾക്ക് ഭയങ്കര ക്ലറിക്കൽ വർക്ക്സ് ഉണ്ടാവും. ഈച്ച് ആൻഡ് എവറിത്തിങ്. ഒരു നൈറ്റ് ഷിഫ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ എന്തുണ്ടായി എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ റെക്കോർഡിങ്ങിൽ നോട്ട് ചെയ്യണം. നമ്മുടെ ഇവിടെ ചിലപ്പോൾ അത് ഉഴപ്പാൻ പറ്റും. അവിടെ അത് ചെയ്യാതെ മോർണിംഗ് ടൈമിൽ അങ്ങനെ എന്തെങ്കിലും പറ്റിയ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വരുന്നവർ തന്നെ നമുക്കതിൽ അപ്പം തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ പരിപാടി തരും. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങി ആ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യാൻ പഠിക്കുക. എന്താണ് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ചെയ്യാൻ പഠിക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു ജീവിത ചെലവും ജോലിയുടെ സാലറി ഒക്കെ തമ്മിൽ ടാലി ആവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നേഴ്സുമാര് പറയാറുണ്ടല്ലോ. കിട്ടുന്ന സാലറി കൂടുതൽ നല്ലൊരു എക്സ്പെൻസ് അല്ലേ പോകുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ ആ ഒരു ബെറ്റർ ദുബായ് ആണ്. കാരണം അത് 2 കൺസേൺ ആണ് ഇതിനകത്ത്. ഞാൻ പറയാം, ദുബായ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അവിടെയും ജീവിച്ചുള്ളതുകൊണ്ട് ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നത്, ടാക്സ് ഫ്രീ ആണ് ദുബായ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ശമ്പളം. ഓക്കെ, ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 1 സംതിങ് ആയിരിക്കും ദുബായ് ഓഫർ ചെയ്യുന്നതല്ലേ, 80 to 1 സംതിങ് ആയിരിക്കും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ ബേസിക് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. 2,500
താഴെ ആയിരിക്കും നിങ്ങൾക്ക് ബാൻ 5 കയറുമ്പോൾ നിങ്ങളുടെ 2.5 ലക്ഷം രൂപ, അതിൽ നിന്നൊരു 40,000 രൂപ നിങ്ങളുടെ ടാക്സ് പോവും, NI നിങ്ങളുടെ കട്ട് ചെയ്ത് പോകും. അത് ഓൾമോസ്റ്റ് ഒരു 25%. പിന്നെ നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് നിങ്ങൾക്ക് ഒരു 1,800 1,80,000 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഫസ്റ്റ്. അതായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് ബേസിക് സാലറിയാണ്. നിങ്ങൾക്ക് ബാൻ 5 നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് നിങ്ങൾക്ക് ബാങ്ക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഇന്ന് നിങ്ങളുടെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ 150 പൗണ്ടാണ് നിങ്ങളുടെ ഇന്നത്തെ ചാർജെങ്കിൽ എക്സ്ട്രാ നിങ്ങൾ ചെയ്യുന്ന 300 പൗണ്ടായിരിക്കും നിങ്ങളുടെ ചാർജ്. കട്ട് ചെയ്താൽ പോലും 240. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർ ചിലപ്പോൾ 10,000 3,500 ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഞാൻ അതൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ കൺസേൺ. എത്ര വർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കൺസേൺ. ബാൻ 6ലേക്ക് പോകുമ്പോൾ അത്ര അവേഴ്സ് കിട്ടില്ല, ബാൻ 5 നിങ്ങൾക്ക് ഇഷ്ടംപോലെ അവേഴ്സ് കിട്ടും ചെയ്യും. രണ്ടാണ്. ഈ ബാൻ 5 നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഈ 1.80 എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നത് വെച്ചാൽ ഫാമിലി ആയിട്ട് പോകുന്നു, ഹസ്ബൻഡിന് ജോലിയില്ല, നിങ്ങളൊരു വീട് എടുക്കുന്നു, നിങ്ങൾ കുടുങ്ങും. ഒരു സംശയമില്ല. എന്താ കുടുങ്ങാൻ കാരണം? ഒരു 1.40 1.30 നിങ്ങൾ വീടും അതിന്റെ കൗൺസിൽ ടാക്സും യൂട്ടിലിറ്റി ബിൽസും ഒക്കെ ആയിട്ട് നിങ്ങൾ അടച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഫുഡും മറ്റതും കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 600 രൂപ 60,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഒരു 10,500 കഴിയും, നിങ്ങൾക്ക് ഒരു 19,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ബാൻഡിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഹസ്ബൻഡായിട്ട് പോകണമെങ്കിൽ ഹസ്ബൻഡും കൂടി വർക്ക് ചെയ്യണം, അല്ലാണ്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല. അതൊരു കൺസേൺ ആണ്, അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ നാട്ടിലെ പോലെ ഒരാൾ മാത്രം ജോലി ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ അടുത്തടുത്ത ബാൻഡിലേക്ക് പോകുമ്പോൾ ഓക്കെ ബാൻഡ് 8 ഒക്കെ എത്തി, നിങ്ങളുടെ സാലറി വെച്ച് വേറെ ചിലപ്പോൾ 52 ലക്ഷത്തിന് മുകളിലായിരിക്കും, 58 ലക്ഷമൊക്കെ വരെയായിരിക്കും നിങ്ങളുടെ ആനുവൽ സാലറി എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ നിങ്ങൾ ഒരാൾ വർക്ക് ചെയ്താൽ മതിയോ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആദ്യം പോകുമ്പോൾ തന്നെ നിങ്ങളുടെ സാലറി ഇതാണ്, മനസ്സിലാക്കി, ഇതാണ് സാലറി. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 3,000 പൗണ്ടിനൊക്കെ അടുത്തെത്തും, നിങ്ങൾക്ക് ടാക്സ് കഴിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതാണ് പല കുട്ടികളും പറയുന്നത് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് അവിടെ എന്താ പറയുക, ഞാൻ കഴിച്ചത് 2,000 രൂപയ്ക്കാണ് ഭക്ഷണം ഒരു നേരത്തെ കഴിച്ചെന്ന് പറയുമ്പോൾ അവിടുത്തെ 20 പൗണ്ടാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്നത് 18,000 രൂപയുള്ള ഒരാൾ 2,000 രൂപ ഭക്ഷണം കഴിക്കുന്നത് പറയുന്നത് വലിയ കഥയല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടുന്ന കാശും കൂടി നമ്മൾ കൂട്ടണ്ടേ, നമ്മുടെ ചെലവ് മാത്രം നോക്കിയിട്ടില്ല. ഇതൊക്കെ ആദ്യത്തെ 6 മാസത്തെ കൺസേൺ ആണ്. നമ്മൾ ഇവിടുത്തെ പൈസ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്, ഇത് കഴിയും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൈസ ചിലപ്പോൾ അത് 4,000 5,000 നമുക്ക് പേടി, പിന്നെ അല്ല അത് ഇത്ര പൗണ്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എനിക്കത് ഓക്കെ ആയി തുടങ്ങി. ഓക്കെ മനസ്സിലായി. നേരെ തിരിച്ച് 11 പൗണ്ടല്ലേ 15 പൗണ്ടല്ലേ എന്ന് പറയും. അവിടെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ഇതാ പഠിക്കുക, അയ്യോ നമ്മുടെ നാട്ടിലെ 10,000 രൂപയാണ് ചെലവ് എന്ന് വെച്ചാൽ 10,000 വെച്ചാൽ നിങ്ങളുടെ ഒരു 6 മണിക്കൂറത്തെ മറ്റേ ഡ്യൂട്ടിയുടെ പൈസയാണ് നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിങ്ങൾ എക്സ്ട്രാ ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ റൂം ഷെയറിങ്ങിലൊക്കെ നിൽക്കണമെന്ന് ഞാൻ പറയണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾ പോയി 1-2 മാസത്തിനുള്ളിൽ തന്നെ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ സെറ്റ് ആവും. പിന്നെ NHSനൊക്കെ ഫ്രീ അക്കോമഡേഷനൊക്കെയാണ്, മറ്റുള്ളവർക്കൊക്കെയാണ് പ്രശ്നം. ആദ്യത്തെ 3 മാസം ചില ട്രസ്റ്റ് ഫ്രീ ആയിട്ട് അക്കോമഡേഷനാണ്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൻ്റെ എവിടെ പോയാലും ആദ്യത്തെ ഒരു സ്ട്രഗിളിങ് ഉണ്ട്. ജീവിതം നമ്മൾ വീണ്ടും തുടങ്ങാണ്. നമ്മുടെ വീട്ടിൽ ഉള്ളപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ റൂമായിട്ട് സെറ്റ് എടുക്കുന്ന സമയം പോലെ തന്നെയാണ്. നിങ്ങൾ അവിടെ പോകുന്നു, നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം, നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് ഇതൊന്നല്ല. നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഭയങ്കര ക്രൗഡഡ് ആണ് നമ്മുടെ ലൈഫ് എന്ന് വെച്ചാൽ. ഇവിടെ നിങ്ങൾ ഇത്ര പേര് ഇങ്ങനത്തെ ഗ്യാതറിങ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇയർലി 1 or 2 നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യും. നമ്മൾ പൂരപ്പറമ്പിൽ പോകുന്ന പരിപാടി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ മിസ് ചെയ്യും. അതല്ലാതെ പിന്നെ നമ്മുടെ നാടൻ ഭക്ഷണം ഇപ്പം പിന്നെ കേരള റെസ്റ്റോറൻറ്റ്സ് നിറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് കുറച്ച് തന്നെ അങ്ങനെ ചില ഭക്ഷണങ്ങൾ നമുക്ക് ഫ്രോസൺ ഫുഡ്സ് ആണ് നമുക്കൊക്കെയാണ്. അപ്പം നമ്മുടെ ടേസ്റ്റ് നമ്മൾ മിസ് ചെയ്യും. പിന്നെ ഫാമിലി ആയിട്ട് പോകുന്ന ആളുകൾക്ക് ഫാമിലി ടൈം കുറച്ച് കുറയും. ഇത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 2 പേരും വർക്ക് ചെയ്യുമ്പോൾ ഫാമിലി ടൈം കുറച്ച് കുറയും. അതല്ലാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേറെ തലത്തിലേക്ക് പോകും. അത് നമുക്ക് ഇപ്പം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നിങ്ങൾ അത് UK ലൈഫിൽ എത്തിക്കുമ്പോൾ മനസ്സിലാവും. അത് എക്സ്പീരിയൻസ് ചെയ്യണം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതം, ഈ അയലക്കാരൻ ഒരു മനുഷ്യന് നേരില്ല. അവിടെ അയലക്കാരൻ പോയിട്ട് അവന്റെ ജീവിതം നേരില്ല. നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ ഇരിക്കുന്നവർ എല്ലാവർക്കും അവനേതായ തിരക്കുകൾ. നിങ്ങളിപ്പോ എങ്ങനെ ജീവിച്ചു, ഇനി വഴിയിൽ കുടിച്ചു കിടന്ന അവൻ പറയാം നീ അവിടെ കടന്നോ, എനിക്ക് അതിനോട് നേരില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ കാര്യം നോക്കി പോകും. അപ്പൊ അതൊക്കെ നമ്മുടെ ഇവിടെ വെച്ച് കുറെ പേർക്ക് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡ്യൂട്ടീസ് ഇല്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അവന് സെറ്റിൽ ആവണം, അവന് ചെയ്യാൻ കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ചെയ്യാണ്. കുട്ടികൾ പോലും കുട്ടികളുടെ പിന്നെ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അവരെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, മനസ്സിലായോ. അവർ വേറെ റേഞ്ചിലേക്ക് എത്തും. നമുക്കിപ്പോൾ UK തന്നെ 4 കൺട്രീസ് കൂടുന്നതാണ് UK എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്കൊരു 10 ശങ്കൺ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് BRP ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശങ്കൺ വിസയ്ക്ക് ഒരു 10, 28, 29 രാജ്യത്ത് നമ്മുടെ ജീവിതത്തിൽ പോകാൻ പറ്റുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമില്ല. വിസ വേണം, നമുക്ക് ശങ്കറിന് അടിച്ചിട്ട് പോകാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി പോസിബിലിറ്റി ആണ്. കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് സ്റ്റേറ്റ്മെന്റും നിങ്ങളുടെ BRP കാർഡും വെക്കുകയാണെങ്കിൽ വലിയ റിജക്ഷൻസ് ഒന്നും വരില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് വിസ കിട്ടും. നിങ്ങൾക്ക് ലോകം ഇത്തിരി കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഇപ്പോൾ ചെയ്യുന്നത്
3 ഇയർ ഒക്കെ ആയിരുന്നു വിചാരിക്കും നിങ്ങൾ UK വന്ന്. നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്തേക്ക് നിങ്ങൾ നഴ്സുമാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് കിട്ടും. ന്യൂസിലൻഡോ ഓസ്ട്രേലിയയോ നിങ്ങൾ US എവിടെ വെച്ചാലും നിങ്ങൾക്ക് ഭയങ്കര പ്രയോറിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അവിടേക്ക് പോകാനും നിങ്ങൾക്ക് ചിലവുണ്ടാവില്ല. എല്ലാത്തിൻ്റെയും തുടക്കമാണ് ബുദ്ധിമുട്ട്. അത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ തുടക്കം ആരും നമുക്ക് ഫ്രീ ആയിട്ടൊന്നും തരില്ല. സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ നഴ്സിംഗ് ഫീൽഡാണ് 10 പൈസ മുടക്കാതെ പോകണം. നിങ്ങൾ ആലോചിക്കും എത്ര കുട്ടികൾ ലക്ഷങ്ങൾ അവിടെ പൈസ മുടക്കിയിട്ട് പോയിട്ട് സ്ട്രഗിൾ ചെയ്ത് എന്തെല്ലാം പണികളാണ് അവർ ചെയ്യുന്നത്. എല്ലാ പാത്രം കഴുകാനെല്ലാം പോയിട്ടാണ് അവർ ജീവിതം കരപിടിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ അവിടെ എത്തിക്കഴിയുമ്പോൾ നഴ്സിംഗ് പഠിച്ചാൽ മതി. ഞങ്ങളൊക്കെ ആദ്യം അതാണ് ഈ വേറെ ഇത് പഠിച്ച് നഴ്സിംഗ്. നമ്മുടെ ഇവിടെ എന്താണെന്ന് അറിയോ, നിങ്ങൾ ഇവിടെ നിന്നിട്ട് നഴ്സിനെ കമ്പയർ ചെയ്യുന്ന ഒരിക്കലും അവിടെ നിന്നിട്ട് കമ്പയർ ചെയ്ത് അവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രൊഫഷനാണ് നഴ്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നഴ്സാ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അവിടേക്ക് നഴ്സാണോ അതായിരിക്കും വേറെ രണ്ടും ഉൾട്ടായി പോകും. ചോദ്യത്തിലെ മാറിപ്പോകും. പോകുന്നവർക്ക് ഈ സ്റ്റുഡൻസിന്റെ പൗസ് വന്നിരുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുറെ വരുന്നു. കുട്ടികളുടെ എല്ലാവരും അവരപ്പോൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും മറ്റേ കെയർ ഹോംസിൽ വർക്ക് ചെയ്യാൻ പോവാ. പഠിച്ച പ്രൊഫഷണൽ ജോലി ഫസ്റ്റ് വരുമ്പോൾ കിട്ടില്ല സ്പൗസിന്. അത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ വക്കീലല്ല, ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു ടൈം എടുക്കും. നിങ്ങൾ ഫസ്റ്റ് പോയിട്ട് ചിലപ്പോൾ കെയർ ഹോമിൽ ജോലിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ വെയർ ഹൗസിൽ ജോലിക്ക് പോകേണ്ടി വരും, പല അങ്ങനെ ജോലിക്ക് പോകേണ്ടി വരും. ജോലി കിട്ടും, കുറച്ച് ട്രൈ ചെയ്ത ജോലി കിട്ടും, ആഗ്രഹിച്ച ജോലി കിട്ടില്ല. പക്ഷേ ഒരു 6 to 1 year കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിന് ജോബ് സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ ജോബ്സ്, പിന്നെ പ്രൈം ജോബ്സ്, അങ്ങനെ കുറേ സൈറ്റ്സ് ഉണ്ട്. അത് അവരവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ പോകേണ്ടത് ഇപ്പോൾ ടീച്ചറാണെന്ന് വിചാരിക്കുക. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കി ഞാൻ ടീച്ചേഴ്സിന് ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഈ ടീച്ചേഴ്സിനെ പാർട്ട് ടൈം ആയിട്ട്, ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂൾസ് പോലെയല്ല, അവിടെ സ്കൂൾസിൽ പാർട്ട് ടൈം ടീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നൊരു ടീച്ചർ അവിടെ അവധിയാണെങ്കിൽ ഏജൻസിയിൽ നിന്ന് ടീച്ചറെ വിളിച്ചിട്ടാണ് പഠിപ്പിക്കുക. അത്തരം ഏജൻസിയിൽ നിങ്ങൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നിങ്ങളൊരു 6 month ഒക്കെ ആയി കഴിയുമ്പോൾ ആ സ്കൂൾ വിചാരിക്കുകയാണ് ഓക്കെ ഇവർ കൊള്ളാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിത്ത് സ്പോൺസർഷിപ്പ് അടക്കം അവർ ജോലി കൊടുക്കും. ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അത് കിട്ടില്ല. അപ്പം അങ്ങനെ വരുന്ന ആളുകൾ ഫസ്റ്റ് ഇങ്ങനത്തെ കുറേ ഏജൻസീസ്, പ്രൊഫഷണൽ ജോബ്സ് ചെയ്യുന്ന ഏജൻസീസിൻ്റെ അത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ കെയർ ഹോമും വെയർ ഹൗസും ഒക്കെ അവർക്ക് ഇതിനോട് ഈസി ആയിരിക്കും, അവർക്കത് കിട്ടും. അതാണ് ഈ സ്പൗസിന് കിട്ടാൻ ബുദ്ധിമുട്ട് എന്ന് ചില ആളുകൾ പറയുന്നതിന് കൺസേൺ. നമ്മൾ ചെയ്യുന്ന, ഞാനൊരു ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ എത്തിയിട്ട് അതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ജോലി കിട്ടാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഇപ്പം പ്രത്യേകിച്ച് കാരണം കുട്ടികളുടെ ഇത് കുറഞ്ഞിട്ട്, കുട്ടികളുടെ വരവ് ഇത്രയൊന്നും കുറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇപ്പൊ അത്രയും സൂപ്പർ എന്ന് പറയാൻ നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ല, നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ല, സ്റ്റുഡൻസ് ആയിട്ട് സാധാരണ PG കോഴ്സുകൾ കുട്ടികൾക്ക്. കാരണം അന്നത്തെ അത്ര ഒരു ഇത് ഇല്ല. PSW കുറച്ചുകൊണ്ട് അവർക്ക് അത്രയും ഇല്ല. 6 month കുറേ ഒക്കെ ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു PhD കോഴ്സുകൾക്ക് മാത്രമാണ് 2 years ഉള്ളത്. ചില കോഴ്സുകൾക്ക് മാത്രമാണ് 2 years കൊടുക്കുന്നത്. ബാക്കിയെല്ലാം 6 month പറ്റും. മേ ബി അതൊരു വിത്തിൻ 1 year 2 year അത് മാറും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കെയർ ഹോംസിൽ ഷോർട്ടേജ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് മാറാം. കൺസേൺസ് ഇത് മുന്നും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. UK ഫസ്റ്റ് ടൈം എന്നുള്ളത് 3 years കൂടുമ്പോൾ ഒരു റൊട്ടേഷനാണ്. അങ്ങനെ മാറും. സോ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, കുറച്ച് ആശ്വാസമായിട്ടുണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വരും ദിവസങ്ങളിൽ ജിനൂസ് അക്കാഡമിയുടെ ചാനലിൽ കൂടെ തന്നെ ഞങ്ങൾ പുറത്തു വിടുന്നതായിരിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് അവരെങ്ങനെ പറഞ്ഞു ഇവരെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആരും തന്നെ OET പഠനം മാറ്റി വെച്ച് അല്ലെങ്കിൽ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല. എന്താണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നമുക്ക് അവിടെ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളോട് തന്നെ ചോദിച്ച് അതിൻ്റെ ക്ലാരിറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ അതുവരെ ആരും അൺനെസസറി ആയിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ ജിനൂസ് അക്കാഡമിയുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻസും ഡീറ്റെയിൽസും ഡേറ്റ് ടൈം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.